UK NG സ്റ്റുഡൻ്റ് കൊമേഴ്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്നതിലെ ഒന്നാമത്തെ ക്ലാസ്സാണിത്. അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 35ഓളം ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ്. അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ്. +2 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ അധ്യായം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രണ്ടാമത്തേതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത്. ഇനി വരുന്ന മറ്റു അധ്യായങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻട്രൊഡക്ഷനും ഈ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ഭാഗങ്ങളെ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പം ഇനി അടുത്ത് വരുന്നത് ഒരു പാർട്ട്ണർഷിപ്പിൽ എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളതാണ്. പിന്നീട് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണറാണ്. അതുപോലെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, പിന്നീട് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ അധ്യായങ്ങളുടെയും ക്ലാസ്സുകൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നും ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്? പാർട്ട്ണർഷിപ്പ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അതൊരു വോളണ്ടറി അസോസിയേഷനാണ്. എന്താണ് വോളണ്ടറി അസോസിയേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പം ഇതിൽ എത്ര ആൾക്കാരാണ് പാർട്ട്ണർഷിപ്പിൽ മിനിമം ഉണ്ടാവുക? 2 or more പേഴ്സൺ. മിനിമം 2 ആണ്, 2 അതിലധികമോ ആൾക്കാർ. 2 or more പേഴ്സൺ. വോളണ്ടറി അസോസിയേഷനോ 2 or more പേഴ്സൺസ് എന്ന് പറയാം. അപ്പോൾ അവരുടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഒരു റിസോഴ്സ് പൂൾ ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ഒരു ലോഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നു. അപ്പം ലോഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ആ ബിസിനസ്സിനകത്ത് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഈ പ്രോഫിറ്റാണ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ആര് ചെയ്യുന്നു? പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് A, B, C എന്നുള്ള 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഈ പാർട്ട്നേഴ്സാണ് ഇപ്പോൾ ഒരു 30,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 30,000 പ്രോഫിറ്റ് ഇവർ 3 എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ടൊരു മീനിങ് പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടീസ് എന്നാണ് പറയുക. ഓക്കെ. ആ പാർട്ടീസിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ അത്രയും ആൾക്കാരുണ്ടാകും. 2 or more പേഴ്സൺസ് ഉണ്ടാവും. മാനേജ് ആൻഡ് ഓപ്പറേറ്റ് ബിസിനസ് ആൻഡ് ഷെയറിങ് പ്രോഫിറ്റ്. മാനേജ് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. ഇതാണ് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീനിങ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ഗവൺ ചെയ്യുന്നിട്ടുള്ള ലോ നമുക്ക് ഇതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ആ ഡെഫിനേഷൻ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനേഷനിൽ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ബന്ധമാണ്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. ഈ പേഴ്സണിനെ നമ്മളെന്ത് വിളിക്കുന്നത്? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്. അവരെന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഇന്ന രീതിയിൽ ഷെയർ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നു. എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് carried on by all or any of them acting for all.
ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മ്യൂച്വൽ ഏജൻസിയാണ്. അപ്പോൾ പാർട്ട്ണർ എന്താണ്? പ്രിൻസിപ്പൽ ഏജൻറ്റുമാണ്, അതോടൊപ്പം തന്നെ എന്താണ്? പ്രിൻസിപ്പലുമാണ് എന്നുള്ള ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർവചനം എന്നുള്ളത്. ഇത് പറയുന്നത് സെക്ഷൻ 4 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ആരാണ് പാർട്ട്ണർഷിപ്പിലേക്ക് എന്താണ് പേഴ്സൺ ഹു ഫോം പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ എയും ബിയും സിയും കൂടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ എയും ബിയും സിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാർട്ട്നേഴ്സ് എന്നുള്ളത്. ഇനി ഇവരെ കളക്റ്റീവായിട്ട് വിളിക്കുന്നതാണ് എന്ത്? ഫേം എന്നുള്ളത്. ഓക്കെ, പാർട്ട്നേഴ്സ്, ഫേം, രണ്ട് ടേം എന്ന് ഓർമ്മിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനകത്ത് എന്താണ്, ഇവർ ജോയിൻ്റിലായിട്ട് മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു പാർട്ട്ണർഷിപ്പിൽ എത്ര ആൾക്കാരുണ്ടാവുക? നമ്പർ ഓഫ് പേഴ്സൺസ്. നമ്മൾ നേരത്തെ ഡെഫിനേഷനകത്തും മീനിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? മിനിമം എത്ര ആൾക്കാരുണ്ടാവും? മിനിമം എന്നുള്ളത് 2 ആൾക്കാരുണ്ടാവും, എന്നാലേ അതൊരു പാർട്ട്ണർഷിപ്പ് ആവുകയുള്ളൂ. ഇനി മാക്സിമം നമ്പർ എത്രയാണ്? ഇപ്പോൾ നിങ്ങൾ പഴയ ടെക്സ്റ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്പർ 10, 20 എന്നൊക്കെ നിങ്ങൾ ഓരോ സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടെന്ന്. പക്ഷേ ഇന്ത്യൻ കമ്പനി ആക്ടിൽ 2013 കമ്പനി ആക്ട് പ്രകാരം 2013 കമ്പനി ആക്ട് പ്രകാരം അതിൽ സെക്ഷൻ 464 പറയുന്നത്, അതായത് ഇത് 1/4/2014 മുതൽ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2014. ഇതിൽ പറയണതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ എത്രയാണ്? മാക്സിമം നമ്പർ 100 ആണെന്നാണ്. മാക്സിമം നമ്പർ 100 ആണ്. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണ്? പ്രൊവൈഡ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് പെർമിസിബിൾ ഫോർ ബിസിനസ് ഫേം അറ്റ് 100. അപ്പോൾ ഇപ്പോഴെത്രയാണ് മാക്സിമം നമ്പർ? ഇനി അതർ ബിസിനസ് എത്രയാണ്? 100 ആണ് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. എത്രയാണ് മാക്സിമം നമ്പർ? എത്രയാണ്? 100 ആണ്. മിനിമം എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി അടുത്തയാണ് പാർട്ട്ണർഷിപ്പിനകത്ത് നിന്നുണ്ടാവും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവില്ലേ? പാർട്ട്ണർഷിപ്പിനകത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ആ എഗ്രിമെൻറ്റ് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ഡീഡ് എന്നാണ് വിളിക്കുക, അല്ലേ? പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? ഡീഡ് എന്ന് പറയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഗ്രിമെൻ്റ് റിസൾട്ടാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഗ്രിമെൻ്റ് ഒന്നുകിൽ റിട്ടേൺ ആവാം, അല്ലെങ്കിൽ എന്താ ഓറലാവാം. പക്ഷേ സാധാരണ എന്താണ് ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി റിട്ടേൺ ആണ് ഉണ്ടാവുക. ഇനി ഇവിടെ പാർട്ട്ണർ നമ്മൾ ലീഗലി ആരൊക്കെയാണ് കോമ്പറ്റൻ്റ് എന്ന് പറഞ്ഞാൽ മൈനർ, അതുപോലെ തന്നെ ലുനാറ്റിക്, മാനസികമായിട്ട് എന്താണ് പ്രശ്നങ്ങളുള്ള ലുനാറ്റിക്സ്, ഇവരൊക്കെ സാധാരണ എന്താണ് അവർക്കൊന്നും പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നും കൂടി ഓർമ്മിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ബിസിനസ് ചെയ്യുന്ന എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രോഫിറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് ബിസിനസ് ആയിരിക്കും. അതായിരിക്കും ഒരു ലോഫുള്ളായിട്ടുള്ള ബിസിനസ് ആയിരിക്കണമെന്നാണ് മൂന്നാമത്തെ ഫീച്ചറിനകത്ത് നമുക്ക് പറയാനുള്ളത്. അടുത്തത് പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ഇപ്പോൾ എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ PQR എന്നുള്ള 3 പാർട്ട്നേഴ്സിൻ്റെ ഇവർ തമ്മിൽ റേഷ്യോ പറഞ്ഞ് 2:1:1 എന്ന് എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ റേഷ്യോനകത്ത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് എഗ്രീഡ് റേഷ്യോ ഇല്ല എങ്കിൽ എന്താണ് ഈക്വലിയാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ എന്താണ് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം, അതേ റേഷ്യോയിൽ തന്നെ ഒന്നും കൂടി ഓർമ്മിക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനകത്തെല്ലാം ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് അടുത്ത് പറയുന്നത്. ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഏജൻസിയാണെന്നുള്ളത്. ഓക്കെ, മ്യൂച്വൽ ഏജൻസിയാണ്. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് എന്താണ്? ഏജൻറ്റുമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പളുമാണ്. ഇതാണ് ഇവിടെ മ്യൂച്വൽ ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയാൻ നല്ല വിശ്വാസം, നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഏറ്റവും ഒരു എന്താണ് എസൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. പാർട്ട്നേഴ്സ് എന്നായിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ, തമ്മിൽ എന്തായിരിക്കണം അവർ നല്ല വിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ള കാര്യം എന്നുള്ളത്.
അടുത്തയാണ് ഇനി നമ്മൾ ലയബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് പേഴ്സണൽ ലയബിലിറ്റി ഫോർ പാർട്ട്ണർഷിപ്പ് ലയബിലിറ്റി എന്നാണ് പറയുക. ലയബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് പാർട്ട്ണർഷിപ്പിനുള്ളത്. ജോയിൻ്റ് ആൻഡ് സെവറൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ജോയിൻ്റ് ആൻഡ് സെവറൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ട്നേഴ്സ് ആർ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ലയബിൾ ഫോർ ഓൾ ഡെംസ് ഓഫ് ദ ഫേം. ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ലയബിൾ ഫോർ ഓൾ ഡെംസ് ഓഫ് ദ ഫേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ ബാധ്യതകളെ കുറിച്ചിട്ട് ഉള്ളത്. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്, പാർട്ട്ണർഷിപ്പിന് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടോ? പാർട്ട്ണർഷിപ്പിന് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ദ മെമ്പേഴ്സ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇത്രയും പോയിൻ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് പാർട്ട്ണർഷിപ്പ്, മീനിങ്, ഡെഫിനേഷൻ, പിന്നീട് അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിലും തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. കൂടുതൽ +2ൻ്റെയും അതുപോലെ തന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ.